ഇന്ന് ടോംബ് റൈഡർ കിങ്ങിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കം തന്നെ നമ്മുടെ ഗ്യാങ്സ്റ്റർ ചെക്കൻ നമ്മുടെ ഹീറോവിനെ ഒരുപാട് തവണ വെട്ടാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഹീറോ അവന്റെ കൈ പിടിച്ച് തിരിച്ച് നെഞ്ചത്തേക്ക് നോക്കി ഒന്ന് കൊടുക്കുന്നു. എന്നിട്ട് ആ ദുഷ്ടന്റെ കത്തി അവന്റെ കഴുത്തിനു നേരെ തന്നെ വെക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ ആ കത്തി എടുത്തിട്ട് പറയും, ഈ കത്തി ഇനി ഞാൻ ഉപയോഗിച്ചു കൊള്ളാം, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. എന്നിട്ട് ഹീറോ അവന്റെ സിസ്റ്റത്തിലെ പവർ ഉപയോഗിച്ചുകൊണ്ട് എനിമീസിന്റെ ശരീരത്തിനുള്ളിലെ അസ്ഥികളും മറ്റും കാണാൻ തുടങ്ങി. അവൻ ഇൻവിസിബിൾ ആയ പോലെ മിന്നൽ വേഗത്തിൽ ആ രണ്ടു ദുഷ്ടന്മാരെയും കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു. ആ രണ്ടുപേരും ചിന്തിക്കും, അവനെവിടെ പോയി, ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ സമയം അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. രണ്ടുപേരും താഴേക്ക് വീഴും. ജൂഹിയോൺ ചോദിക്കും, ഇനിയും നിങ്ങൾക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണോ? അതിനുശേഷം അവരൊക്കെ ഒന്ന് ചിന്തിക്കും, ഇനി ഇവനോട് കളിക്കുന്നത് അപകടമാണ്. എന്നിട്ട് ആ ഗ്യാങ്സ്റ്ററിന്റെ സിസ്റ്ററെ കാണിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും അവൻ അടിച്ചെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ദുഷ്ടൻ പറയും, അവനിപ്പോ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, മിന്നൽ വേഗത്തിലാണ് അവനിപ്പോ അടിക്കുന്നത്. അവള് ചോദിക്കും, പിന്നെന്തൊക്കെയാ അവൻ ചെയ്തത്? അവൻ പറയും, എന്റെ അക്കൗണ്ടിലെ പണവും ആ ബുദ്ധന്റെ പ്രതിമയും എല്ലാം ആ ജൂഹിയോൺ എടുത്തുകൊണ്ടുപോയി. അവള് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നിന്നെ കണ്ട് ഒരു ഉപകാരവും ഉണ്ടാകുന്നില്ല, വേഗം പോയി ആ പ്രതിമ എടുത്തുകൊണ്ടുവാ. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ പ്രതിമ എടുത്ത് നടന്നു വരുന്നുണ്ടാകും. ഞാൻ എന്തിനാണ് ഈ പ്രതിമ എടുത്തത്, ഇതിനത്ര വിലയൊന്നും ഉണ്ടാകില്ല. ആ സമയം ആ സിസ്റ്റം പറയും, ഒരു സ്പൈ സ്കിൽ അൺലോക്ക് ആയിരിക്കുന്നു, ഈ പ്രതിമയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ പ്രതിമയൊന്ന് കുലുക്കി നോക്കിയിട്ട് അതിനടിയിൽ കത്തി ഉപയോഗിച്ച് കുത്തുന്നു. അതിനടിയിൽ നിന്ന് ഒരു ചെറിയ കുപ്പി താഴേക്ക് വീഴുന്നു. ആ കുപ്പിയിൽ എന്തോ ലിക്വിഡ് പോലത്തെ ഒരു വസ്തു ഉണ്ടാകും. അത് കണ്ടതും നമ്മുടെ ഹീറോ ഡിറ്റക്റ്റീവിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നു. അതിനുശേഷം ആ ഗ്യാങ്സ്റ്ററിന്റെ സഹോദരി ഫോണിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഇനി ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല. ആ സമയമാണ് ഡിറ്റക്റ്റീവ് കിം അവിടെ എത്തുന്നത്. അവൻ പറയും, ഡ്രഗ് വിറ്റുകൊണ്ട് നിങ്ങളൊരു വലിയ ക്രൈം ചെയ്തിരിക്കുന്നു. അവള് പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ വെറും പാവം മനുഷ്യരാണ്. കിം പറയും, എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, ഇത് നിങ്ങളുടെ വെയർ ഹൗസിൽ നിന്ന് കിട്ടിയതാണ്. അവള് ചിന്തിക്കും, ഇവരെങ്ങനെയാണ് വെയർ ഹൗസിനെ പറ്റി അറിഞ്ഞത്? ഭാഗ്യം ഇവർക്ക് അവിടെയുള്ള റൂമുകളുടെ പാസ്വേഡ് അറിയില്ല. അവള് പറയും, എവിഡൻസോ ഡ്രഗോ ഇതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടാകും, ഞങ്ങൾ എല്ലാ റൂമും തുറന്നിരിക്കുന്നു, ആ റൂമുകളിൽ കൂടിയ അളവിൽ ഡ്രഗ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അവൾ അത്ഭുതത്തോടെ അവരെ നോക്കും. ഞാൻ എല്ലാ റൂമുകൾക്കും ഡിഫറെന്റ് പാസ്വേഡ് ആണ് വെച്ചിരിക്കുന്നത്, ഇവരെങ്ങനെയാണ് ആ റൂമുകൾ തുറന്നത്? എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്യുന്നു. ആ സമയം ഫോണിൽ അവളോട് ജൂഹിയോൺ വിളിച്ചു പറയും, റൂമൊക്കെ ഡിഫറെന്റ് പാസ്വേഡ് ആയിരുന്നു, പക്ഷേ അതെനിക്കൊരു വിഷയമല്ല, ഞാനെല്ലാം തുറന്നു, നിങ്ങൾ ജയിലിലേക്ക് പോയി സുഖമായിരുന്നോളൂ. അങ്ങനെ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവൾ പറയും, ഞാൻ ഉറപ്പായും തിരിച്ചു വരും, ഞാൻ നിന്നെ ഇല്ലാതാകും ജൂഹിയോൺ. അതിനുശേഷം നമ്മുടെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആ സമയം ജൂഹിയോണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് ഡിറ്റക്റ്റീവ് കിം ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക. ഡ്രഗ്സ് വിൽക്കുന്നവരെ പിടിച്ചു തന്നതിന് നിനക്ക് റിവാർഡ് ലഭിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഹീറോ ചിന്തിക്കുക വേഗം വീട്ടിലെത്തി ഉറങ്ങാനായിരിക്കും. അങ്ങനെ അവൻ വീടിനരികിലേക്ക് പോകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എല്ലാം നശിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ടോംബ് വന്നിരിക്കുന്നു. അവിടെയുള്ള ജനങ്ങളൊക്കെ ഒരുപാട് വിഷമത്തിലായിരിക്കും. നമ്മുടെ ഹീറോ ഒരു ലേഡി ഓഫീസറെ കാണുന്നു. അവരെന്താ പറയുന്നതെന്ന് അവൻ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. അവള് പറയുന്നത്, ഇവിടെ ഒരു ടോംബ് വന്നത് ഗവൺമെന്റിന് അറിയില്ല, ഇവിടെയുള്ള ജനങ്ങൾക്കും അറിയില്ല ഇവിടെ ഒരു ഗോപുരം ഉണ്ടായിരിക്കുന്നു എന്ന്. ആ സമയം അവളുടെ മുന്നിലേക്ക് ആരോ വരുന്നു. അവൻ ചോദിക്കും, എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് ലിൻഡ വാൾക്കർ? അവൾ ചോദിക്കും, എക്സ്കവേഷൻ ടീം എന്താ ഇവിടെ? അവൻ പറയും, ഞാനൊരു വലിയ കാര്യം ചെയ്യാനാണ് ഇവിടെ വന്നത്. അതൊക്കെ നമ്മളുടെ ഹീറോ ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടാകും. അവൻ ചിന്തിക്കും, എക്സ്കവേഷൻ ടീം എന്താ ഇവിടെ? ഇവരെല്ലാം കൂടി ഗോപുരത്തിലെ വസ്തുക്കൾ എടുത്ത് ഗോപുരം നശിപ്പിക്കാൻ പോവുകയാണ്, ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ സമയമാണ് ഹീറോവിന്റെ കാലിനടിയിൽ ഒരുപാട് എഴുത്ത് വരാൻ തുടങ്ങിയത്. അവനാണെങ്കിൽ എഴുത്ത് ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇത് ഉറപ്പായും ടെൻഷനിലേക്ക് പോകാനുള്ള ദിശയായിരിക്കും. ആ വ്യത്യാസമായ വാക്കുകൾ പിന്തുടർന്ന് നമ്മുടെ ജൂഹിയോൺ പോകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിന്റെ അവസാന പാതയിൽ എന്തോ അപകടം ഒളിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ എഴുത്തുക്കളുടെ അവസാനം കണ്ടുപിടിക്കുന്നു. അവനാണെങ്കിൽ സിസ്റ്റത്തിന്റെ പവർ ഉപയോഗിച്ച് അത് പഠിക്കാൻ ശ്രമിക്കുന്നു. സിസ്റ്റം പറയും, നിങ്ങളുടെ രണ്ടാമത്തെ സ്കിൽ അൺലോക്ക് ആയിരിക്കുന്നു, ലിംഗ്വിസ്റ്റിക് സ്കിൽ റാങ്ക് എഫ്, എല്ലാ ഭാഷയും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 2 സ്കില്ലും കൂടിയേ അൺലോക്ക് ആക്കാനുള്ളൂ. അങ്ങനെ അവിടെ ഒരു തൂണ് പോലുള്ള ഒരു സംഭവം ഉണ്ടാകും. നമ്മുടെ ഹീറോ അവിടെ പോയി അതിന് മുകളിൽ കൈവെക്കുന്നു. ആ സമയം ആ തൂണിന് മുകളിൽ ഒരു ചിഹ്നവും കുറെ എഴുത്തുക്കളും വരാൻ തുടങ്ങി. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ എഴുത്തിന് നേരെ കത്തി ഉപയോഗിച്ച് വെട്ടുന്നു. ഒരു ചുവന്ന ലൈറ്റ് മുകളിലേക്ക് പോവുകയും പാറ കഷ്ണങ്ങൾ പൊട്ടിത്തെറിക്കാനും തുടങ്ങി. ഭൂമിയൊക്കെ ചെറുതായി കുലുങ്ങുന്നുണ്ടാകും. അതിനുശേഷം വീണ്ടും ആ ലേഡിയെയും അവിടെ ഉള്ളവനെയും കാണിക്കുന്നു. അവരുടെ അടുത്തേക്ക് ഒരുത്തൻ വന്നിട്ട് പറയും, ആ ഗോപുരം തുറക്കാൻ പോകുന്നു. അത് കേട്ടതും അവര് രണ്ടുപേരും വേഗം ഓടിച്ചെന്ന് അതിനുള്ളിലേക്ക് ചാടുന്നു. അതിനുശേഷം ഒരു ഗുഹ പോലെയുള്ള സ്ഥലം കാണിക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ
ആണെങ്കിൽ ഒരു ലൈറ്റർ എടുത്ത് കത്തിച്ച് ഗുഹയിലേക്ക് പോകുന്തോറും ലൈറ്ററിന്റെ വെളിച്ചത്തിൽ ഒരുപാട് എഴുത്തു കാണുന്നു. അങ്ങനെ നടന്ന് നടന്ന് അവനൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. ഒരു മനോഹരമായ സ്ഥലം. ആ സ്ഥലത്ത് ഒരുപാട് ജലമുണ്ടാകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഹീറോയിന് നന്നായിട്ട് അറിയാം. അവന്റെ കത്തിയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. പെട്ടെന്ന് ജലത്തിനടിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഇവിടേക്ക് ആരോ വന്നിരിക്കുന്നല്ലേ. അവൻ നോക്കുമ്പോൾ ഒരു വലിയ പാമ്പ് വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ജൂഹിയോൺ പറയും, ഞാൻ ഇവിടെയുണ്ട്, ഇങ്ങോട്ടേക്ക് വരൂ. ആ പാമ്പ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് വായി തുറന്ന് കാണിക്കുന്നു. പാമ്പിന്റെ വായിൽ 2 കത്തികൾ ഉണ്ടാകും, സിൽവറും ഗോൾഡും. പാമ്പ് ചോദിക്കും, ഇതിലേതാണ് നിന്റെ കത്തി? നമ്മുടെ ഹീറോ ചിന്തിക്കും, ഇത് തികച്ചും പുരാണത്തിലെ കഥ പോലെയുണ്ട്. കോടാലി ജലത്തിൽ നഷ്ടപ്പെട്ട മരം വെട്ടുകാരന്റെ അടുത്തേക്ക് ഒരു ദേവൻ വന്നിട്ട് പറയും, ഈ 2 കോടാലികളിൽ ഏതാണ് നിന്റേതെന്ന്. മരം വെട്ടുകാരൻ സത്യസന്ധമായ ഉത്തരം കൊടുക്കുന്നു. അതുപോലെ ഞാൻ ഇവിടെയും ചെയ്യണം. ജൂഹിയോൺ പറയും, ഇത് രണ്ടും എന്റേതല്ല. പാമ്പ് പറയും സത്യസന്ധമായ മറുപടി. എന്നിട്ട് പാമ്പ് അവന്റെ ശരിക്കുമുള്ള കത്തി കാണിച്ചു കൊടുക്കുന്നു. ആ സമയം നമ്മുടെ ഹീറോ ചിന്തിക്കും, ആ കഥയിലുള്ള പോലെ ഞാൻ മറുപടി പറഞ്ഞാൽ എനിക്ക് ഗോൾഡും സിൽവറും പോലുള്ള കത്തി ലഭിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ ഹീറോ പറയും, നീ എന്റെ അടുത്തേക്ക് വരൂ, ഞാനൊന്ന് നോക്കട്ടെ അത് എന്റെ കത്തിയാണോ അല്ലയോ എന്ന്. ആ പാമ്പ് അടുത്തേക്ക് വന്ന് ആ കത്തി കാണിച്ചു കൊടുക്കുന്നു. ആ സമയം നമ്മുടെ ഹീറോ ആ കത്തിയെടുത്ത് ആ പാമ്പിനെ ഒറ്റ വെട്ട്. പാമ്പ് വേദന കൊണ്ട് പറയും, നീ എന്താടാ ചെയ്യുന്നത്? ആ സമയം പാമ്പിന്റെ സ്കിന്നൊക്കെ സ്വർണ്ണ കളർ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹീറോ പറയും, മിണ്ടാതിരിക്ക്, ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ ഈ കളിയിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ നിന്റെ റിവാർഡ് വാങ്ങിയാൽ നീ എന്നെ ഒരു കൊലപാതകയാക്കി മാറ്റും. പാമ്പ് ചോദിക്കും, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഒരിക്കൽ അമേരിക്കയിൽ ഇതുപോലെ ഗോൾഡിന്റെയും സിൽവറിന്റെയും വെപ്പൺ വാങ്ങിയവൻ ഒരു കൊലപാതകയായി മാറിയിട്ടുണ്ട്. ആ സമയം തന്നെ പാമ്പ് ജൂഹിയോണിനെ ആക്രമിക്കുന്നു. നമ്മുടെ ഹീറോ ഉടൻ തന്നെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നു. എന്നിട്ട് പാമ്പിന്റെ തലയിലേക്ക് കത്തി കുത്തിയിറക്കുന്നു. എന്നിട്ട് പറയും, നീ നിന്റെ തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത്. പാമ്പ് പറയും, എന്നെ ഇല്ലാതാക്കുന്നത് കൊണ്ട് നിനക്ക് വേണ്ടത് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? ഹീറോ പറയും, ഞാനൊന്ന് നോക്കട്ടെ നീ എത്ര സമയം പിടിച്ചു നിൽക്കുമെന്ന്. ഞാൻ നിന്നെ ഉറപ്പായിട്ടും കീഴടക്കും. എന്നിട്ട് കത്തിയിൽ ഹീറോ അവന്റെ പവർ ഉപയോഗിക്കുന്നു. ഒരു ചുവന്ന ലൈറ്റ്നിങ് പോലെ പാമ്പിന്റെ തലയിൽ വരുന്നു. പാമ്പ് വേദന കൊണ്ട് അവിടെയുള്ള പാറ കഷ്ണങ്ങളിൽ ഇടിക്കാൻ തുടങ്ങി. എഫിനിറ്റി വിശ്വാസം മൂലം റെലിക്സിനെ കൺട്രോൾ ചെയ്യുക. റെലിക്സ് എന്ന് പറഞ്ഞാൽ പുരാതന ശക്തിയുള്ള ആയുധങ്ങളെയും വസ്തുക്കളെയും സൂചിപ്പിക്കുന്നു. ഡൊമിനൻസ് റെലിക്സിനെ ഫോഴ്സ് ചെയ്ത് കൺട്രോളിലാക്കുക. കോമ്പാറ്റിബിലിറ്റി ഒരു വസ്തുവും യൂസറും തമ്മിലുള്ള കൂടിയ അളവിലുള്ള ബന്ധം. അങ്ങനെ പാമ്പ് വേഗത്തിൽ ചുറ്റി വെള്ളത്തിനടിയിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാകും. അങ്ങനെ വീണ്ടും പാമ്പ് കരയിലേക്ക് ചാടി വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ പോകുന്നു. അവസാനം കരയിലെത്തി അവനോട് പറയും, എന്റെ മുകളിൽ നിന്ന് എണീറ്റ് പോകൂ. നമ്മുടെ ഹീറോ പറയും, എനിക്ക് നിന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. നിന്റെ വിശ്വാസം പിടിച്ചു പറ്റാനല്ല ഞാൻ ഇവിടെ വന്നത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെ ഹീറോ ഒരുപാട് പവർ ഉപയോഗിക്കാൻ തുടങ്ങി. പാമ്പിന്റെ ശരീരത്തിലെ സ്കിന്നൊക്കെ ഗോൾഡ് കളറിലേക്ക് മാറി കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ട് പാമ്പ് ജലത്തിന്റെ രൂപത്തിലേക്ക് മാറുന്നു. നമ്മുടെ ഹീറോ ചിരിച്ചുകൊണ്ട് ചിന്തിക്കും, നീ എന്നെ തുടക്കം മുതലേ അനുസരിക്കണമായിരുന്നു. അങ്ങനെ അവന്റെ കയ്യിലേക്ക് 2 കോടാലികൾ വരുന്നു, ഒന്ന് ഗോൾഡും ഒന്ന് സിൽവറും. ആ സമയം സിസ്റ്റം പറയും, ഒരു പുതിയ സ്കിൽ അൺലോക്ക് ആയിരിക്കുന്നു, ടോംബ് എക്സ്കവേഷൻ സ്കിൽ. ഇത് വെച്ച് ഗോപുരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഹീറോ പറയും, ഇനി ഒരു സ്കില്ല് കൂടി അൺലോക്ക് ആക്കാനുണ്ട്. പെട്ടെന്ന് വേറൊന്നുകൂടി സിസ്റ്റം കാണിച്ചു കൊടുക്കുന്നു. അബ്യൂസർ ഓഫ് റെലിക്. ഡൊമിനൻസ് ഇൻക്രീസ് ആയിരിക്കുന്നു, പക്ഷേ എഫിനിറ്റി കുറഞ്ഞുപോയി. അവൻ പറയും, ആ കാക്കയാണ് എല്ലാത്തിനും കാരണം, അത് എന്നോട് കളിക്കുകയാണ്. അങ്ങനെ ആ കുളം കണ്ടുപിടിച്ചുകൊണ്ട് ആ ലേഡി ഓഫീസറും റൂയി കെൻഷനും അവിടേക്ക് എത്തുന്നു. അവൻ ഓടിച്ചെന്ന് ആ കുളത്തിലേക്ക് അവന്റെ കയ്യിലുള്ള ഒരു വസ്തു എടുത്തിടുന്നു. ആ പെണ്ണിനാണെങ്കിൽ ഒന്നും മനസ്സിലാകില്ല ഇവൻ എന്താ ചെയ്യുന്നതെന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒളിഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ടാകും. ഇവർ ഒരുപാട് വൈകിപ്പോയി. കെൻഷിൻ ഇങ്ങനെ ചിന്തിക്കും, ആ ഫ്യൂച്ചർ പറയുന്നവൻ പറഞ്ഞ പോലെ ഞാൻ ഈ കുളത്തിൽ ഒരു റിലീസ് എറിഞ്ഞിരിക്കുന്നു, പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പെട്ടെന്ന് അവിടെ ഭൂമിയൊക്കെ കുലുങ്ങാൻ തുടങ്ങി. അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അതിനുശേഷം ആ ഡ്രഗ് ഡീലർ പെണ്ണിന്റെ സ്ഥലം കാണിക്കുന്നു. അവിടെ അവളുടെ ആൾക്കാർ വന്നിട്ടുണ്ടാകും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കാൻ. അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ബിസിനസ് എല്ലാം ഇല്ലാതായി. അപ്പോൾ പുറകിലുള്ളവൻ പറയും, ഇതിനെല്ലാം കാരണം ആ ജൂഹിയോൺ ആണ്, അവനെ ഞാൻ കൊല്ലും. അവനിങ്ങനെ ബോസിനെ പോലെ സംസാരിക്കും, ഇതെല്ലാം എനിക്ക് നിസ്സാരമാണ്. അപ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് കണ്ടവൻ പേടിച്ചു പോകുന്നു. ഫോണിലാണെങ്കിൽ നമ്മുടെ ജൂഹിയോൺ ആയിരിക്കും. നിനക്കെന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? നിനക്കെന്താ മരിക്കണോ? അവൻ പറയും, നിന്റെ സീനിയറെ കുറച്ച് ബഹുമാനിക്കാൻ പഠിക്ക്. നമ്മുടെ ഹീറോ പറയും, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അതിനുശേഷം റൂയി കെൻഷിനെ കാണിക്കുന്നു. അവൻ പറയും, ഞാൻ ആ മിഷനിൽ തോറ്റുപോയിരിക്കുന്നു. അവനോട് സംസാരിക്കുന്നവൻ പറയും, നിനക്ക് മുന്നേ ജപ്പാനിൽ നിന്ന് വന്ന ഒരുത്തൻ അത് എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. കെൻഷിൻ പറയും, ഇപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? കെൻഷിനോട് അവൻ പറയും, നിനക്ക് പറ്റുന്നതൊക്കെ ചെയ്യ്, പക്ഷെ ആ ജപ്പാനിൽ നിന്ന് വന്നവനെ സൂക്ഷിക്കണം. അതിനുശേഷം നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു. മൈഡാസ് ഒരു വലിയ സ്ഥലമാണ്, പല വില കൂടിയ വസ്തുക്കളും അവിടെ സൂക്ഷിക്കുന്നു. നീ അവിടേക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ ജാക്കേമൻ എന്ന് പറയുന്ന ആളെയും നീ കണ്ടുപിടിക്കണം. അവൻ പറയും, ഞങ്ങൾ എങ്ങനെ അവിടേക്ക് പോകും? നീ പറയുന്നത് എന്തിന് ഞങ്ങൾ കേൾക്കണം? ജൂഹിയോൺ പറയും, നിങ്ങൾക്ക് വേണ്ട പണം ഞാൻ തരാം, ഇതൊരു ബിസിനസ് ആണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇല്ലാതാക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. അവൻ പറയും, റെലിക്സ് കണ്ടുപിടിക്കാനുള്ള സമയമായി. ആ സമയം അവിടെയുള്ള ബ്രേക്കിംഗ് ന്യൂസ് അവൻ ശ്രദ്ധിക്കുന്നു. ഈ മാസത്തിലെ 4ാമത്തെ മരണം
മരണമാണിത്. സ്വയം സൂയിസൈഡ് ചെയ്ത് മരിക്കുകയാണ് മനുഷ്യർ. അവൻ ചിന്തിക്കും ആ ഗോപുരം ഉണ്ടാകുമ്പോഴാണ് പുതിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആരോ വന്ന് അവന്റെ ദേഹത്തേക്ക് തട്ടുന്നത്. നോക്കുമ്പോൾ നമ്മുടെ റൂയി കെൻഷിൻ ആയിരിക്കും അത്. കെൻഷിൻ പറയും, നിനക്കെന്താ ഒന്ന് ശ്രദ്ധിച്ച് നടന്നൂടെ? ഹീറോ ചിന്തിക്കും, ഇവനിവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടോംബ് വരാൻ പോകുന്നു. നമ്മുടെ ഹീറോ കെൻഷിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു. ഒരു പുരാതന റെലിക്സ് കെൻഷിന്റെ കയ്യിലുണ്ടാകും. നമ്മുടെ ഹീറോയിന് അതൊക്കെ കാണാൻ സാധിക്കും. ഈ മണ്ടന റെലിക്സിന്റെ ഓറ ഹൈഡ് ചെയ്യാൻ മറന്നിരിക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് നടന്നു പോകുന്നു. കെൻഷിൻ പറയും, നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കാതെ നടന്നു പോകുന്നത്? ഹീറോ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ജ്യൂസ് കുലുക്കി അവന്റെ തലയിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് സോറി പറയുന്നു. കെൻഷിൻ ദേഷ്യത്തോടെ പറയും, നീ എന്റെ വസ്ത്രം നശിപ്പിച്ചു, ഇതിനെന്ത് വിലയുണ്ടെന്ന് നിനക്കറിയാമോ? നമ്മുടെ ഹീറോ അവന്റെ തോളിൽ തട്ടിയിട്ട് പറയും, ക്ഷമിക്കൂ, എന്റെ കയ്യിൽ പണമൊന്നുമില്ല. അതോടൊപ്പം കെൻഷിന്റെ കയ്യിലുള്ള റെലിക്സ് മോഷ്ടിക്കുന്നു. ഹീറോവിന് താഴെ നിന്ന് ഒരു ID കാർഡ് കിട്ടുന്നു. അത് അവനെടുത്ത് കെൻഷിന് കൊടുക്കുന്നു. കെൻഷിൻ ചിന്തിക്കും, ഇവന് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ആ സമയം ഭൂമി കുലുങ്ങുന്നു. എല്ലാ വാഹനങ്ങളും നിർത്തുന്നു. മനുഷ്യരൊക്കെ പേടിച്ചു പോകുന്നു. നമ്മുടെ ഹീറോവിന് മനസ്സിലായി ടോംബ് വരാനുള്ള സമയമായി. ആ സമയം കെൻഷിനെ ഒരാൾ വിളിച്ചു പറയും, ആ ഗോൾഡും സിൽവറും എക്സ് എടുത്തിട്ടുള്ള ജപ്പാൻകാരൻ നിന്റെ അടുത്തുണ്ട്, സൂക്ഷിക്കുക. നീ ഒരിക്കലും മദ്യപിച്ച് ആപത്ത് വരുത്തരുത്. കെൻഷിൻ ആണെങ്കിൽ എല്ലായിടത്തും നോക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. പക്ഷേ കെൻഷിന് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഹീറോ ആണ് ആ ഗോൾഡും സിൽവറും കോടാലി സ്വന്തമാക്കിയതെന്ന്. അങ്ങനെ ടോംബ് റൈഡർ കിങ്ങിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കണേ.